ഇന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവാം. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ദാ ഈ ഒരു ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓഫീസിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലിഷായിട്ട് റെഡി ആവാം. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഡ്രസ്സ്, പിന്നെ നമ്മുടെ ജ്വല്ലറി, വാച്ച്, പിന്നെ മേക്കപ്പ് ചെയ്യാനുള്ള എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഇത്ര ആദ്യം തന്നെ ഒരുക്കി വെക്കും ഞാൻ. അതിനുശേഷം എന്താ സ്കിൻ കെയർ ആണ് ചെയ്യണത്. ഫസ്റ്റ് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, അതേപോലെ സൺസ്ക്രീനൊക്കെ മസ്റ്റായിട്ട് ഞാൻ എവിടെ പോയാലും, ഇപ്പോൾ ഓഫീസിൽ, കോളേജിൽ, എവിടെ പുറത്ത് പോയാലും സ്കിൻ കെയർ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യും. ഇത് ഇത്തിരി ടൈം എടുത്തിട്ടാണ് ചെയ്യണത്. അതിനുശേഷം ഞാൻ എൻ്റെ ബാഗ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ സൂക്കിൻ്റെ ബാഗാണ്, പുതിയ ബാഗാണ് കേട്ടോ ഇത്. ഇതൊരു ടോട്ടൽ ട്രാവൽ ബാഗാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും എടുത്ത് വെക്കുന്നത്. ബുക്ക് എടുക്കുന്നുണ്ട്, പേന എടുക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് കുട മസ്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെയിൻ കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും വെക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വെള്ളം കുപ്പി, നമ്മുടെ വോളറ്റ്, അതേപോലെ ചോറ്റുപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ ഞാനിപ്പോൾ ബുക്ക്, പെൻസിലല്ല പേന, അതേപോലെ എൻ്റെ കുടയൊക്കെയാണ് വെച്ചേക്കണം. പിന്നെ ഒരു പെർഫ്യൂം വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും ലിപ് ബാമും യൂസ് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെയറിലിടാനുള്ള ഒരു ക്ലിപ്പും അതേപോലെ ഒരു ബുഷും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കർച്ചീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് എൻ്റെ ഒരു ബാഗിലുള്ളത്. പിന്നെ നമുക്ക് മൊബൈൽ, ചാർജർ, കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗായതുകൊണ്ട് കുറേ വെക്കാം. ട്രാവലിന് പറ്റിയിട്ടുള്ളൊരു ബാഗാണ്. കോളേജിൽ കൊണ്ടുപോകാനും ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഞാൻ ഇത്രയും വെച്ചിട്ടും നല്ല സ്പേഷ്യസ് ആണ്. നല്ല സ്ഥലമുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചില്ലറ പൈസയും നോട്ട്സൊക്കെ അതിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള ഇത് സൗകര്യം അങ്ങനെയാണ്. അപ്പോൾ അതാ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പൗഡർ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത്തിരി പൗഡർ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്കിൻ കെയർ ചെയ്ത കാരണം ഇത്തിരി ഫേസ് ഇത്തിരി ഓയിലി പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി പൗഡർ ഇടുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ഗ്ലോയിങ് ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഫേസിൽ നന്നായിട്ട് പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. എവറി ഡേ ലുക്കിന് ബ്രൗൺ കളറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നാച്ചുറൽ ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐബ്രോസിൻ്റെ കാര്യം. 2 ഐബ്രോസും ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാജൽ ഉപയോഗിച്ചിട്ടും നമുക്ക് ഐലൈനറായിട്ട് എഴുതാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് എഴുതാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ മെയ്ബിലിൻ്റെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്ത് ജസ്റ്റ് മേളിലൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ ബ്ലൂ ഹെവൻ്റെ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. റെഡും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ളത്. എനിക്കൊന്നും എൻ്റെ ലിപ്സിന് നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണ്. ഇവിടെ പോയാൽ ഇത് മസ്റ്റാണ്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ അടുത്തൊരു പൊട്ടും കൂടി തൊട്ടെടുക്കുക. അപ്പോൾ ഐലൈനർ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ചെറിയൊരു കുത്ത് പൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇയറിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാല ഞാൻ എൻ്റെ ഗോൾഡിൻ്റെ മാലയാണ് ഇട്ടേക്കണം. പിന്നെ വാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ വള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓർണമെൻറ്റ്സ്, വാച്ച്, കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പോൾ മുടി ഞാൻ ലോങ് ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സംശയമാണ് ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യും, ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യും. നമുക്ക് ഷോർട്ട് ഹെയറിനാണ് ഒരുപാട് ഹെയർ സ്റ്റൈലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ലോങ് ഹെയർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഹെയർ സ്റ്റൈൽസ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാമ്പൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ മുടിയൊക്കെ ഉണങ്ങി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല കെട്ടി വെക്കും. ഇതല്ലെങ്കിൽ ബൺ ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ പോകാൻ നേരത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ടൊന്ന് ഇതായിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് തിക്കായിട്ട് കിടക്കും മുടി. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യണില്ല. ഞാൻ ഇതേപോലെ ഒരു റായണ്ട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. എനിക്ക് ഇതാണ് ഏറ്റവും കംഫർട്ടബിളും ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈല്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഹെയറിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നെറ്റി നന്നായിട്ട് വലുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഞാൻ വിചാരിച്ച് ഇത്തിരി ഫ്രണ്ടിലോ കുറച്ച് മുടിയൊക്കെ എടുത്തിടാം. അങ്ങനെ ഞാൻ അതും ചെയ്തു. അങ്ങനെ നമുക്ക് സ്റ്റൈലായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല, കാറ്റടിച്ച് പറന്ന് മേളിലോട്ട് തന്നെ പോയി. അപ്പോൾ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ബാഗും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ബാഗ് സൂക്കിൻ്റെയാണ്. സൂക്കിൻ്റെ ബാഗ് വാങ്ങിക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ക് നവാബി കോഴ്സ് ഒരു ക്ലാസിക് ട്രാവൽ ടോട്ടേ ബാഗാണ്. സൂക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൗഡ്ലി ഇന്ത്യൻ
ഒരു ബ്രാൻഡാണ്. അതേപോലെ പെറ്റ അപ്രൂവ്ഡ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. അതേപോലെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത്, സൂക്കിൻ്റെത്. അപ്പോൾ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വാങ്ങിക്കാൻ 10% ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിലേതെങ്കിലും വേറെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.